capable of anything. You can achieve any dream. Please don't limit yourself. Don't live your life limited. It's not all sadness and misery. Life's a challenge, but you will succeed. Take control of how you feel in every എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാലിനും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്മകളും ഇതിലും ക്രയാനിടേ നന്മകളും എനിക്കെങ്കിലും കൃപാനിടേ യാചിക്കാത്ത നന്മകൾ പോലും എനിക്ക് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്ക് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സ്നേഹക്കൂട്ടം വീണ്ടും നമ്മൾ കൂടിയിരിക്കുകയാണ്. ഇത് നമ്മുടെ S6. ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹക്കൂട്ടം എന്താണെന്നുള്ളത് നമ്മൾ ഒരു 2 മിനിറ്റ് മുമ്പ് കണ്ടു. ആർക്കെങ്കിലും പറയാമോ? 2 മിനിറ്റ് മുമ്പ് ഇതിന്റെ ഒരു നമ്മൾ വിറ്റ്നസ്. നമ്മുടെ 2 കൊച്ചു പിള്ളേര് പാട്ട് പാടിയപ്പോൾ അവർക്ക് എവിടെ ഒരു താളപ്പിഴ വന്നപ്പോ എന്റെ ടീമാണ് അവരെ സപ്പോർട്ട് ചെയ്തത്. ശരിയാണോ? അതാണ് സ്നേഹക്കൂട്ടം എന്ന് പറഞ്ഞാൽ ആയിരിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ അവിടുന്ന് നമ്മുടെ ഒരു അപ്പച്ചി അമ്മച്ചി അവരുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം, അവരുമായിട്ടുള്ള കണക്ഷൻ. നമുക്കിവിടെ ഡയറക്റ്റ് കണക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ജനറേഷനാണ്. അവിടുന്ന് ഇപ്പൊ അപ്പച്ചിയെ എനിക്ക് 1 വയസ്സോളപ്പം മരിച്ചതാണ്. അപ്പച്ചിയെ കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന് താഴോട്ടുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, അവർക്കിത് നമുക്ക് ഒരു ഫീല് കൊടുക്കുക. എന്തുകൊണ്ടാണ് ഈ ട്രഡീഷൻ നമ്മൾ വൈ വി വാണ്ട് ടു കീപ് ദിസ് അലൈവ്. അപ്പച്ചിയുടെയും അമ്മച്ചിയുടെയും ഒഫീഷ്യൽ നെയിം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ കുടുംബത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂഞ്ഞാറിലുള്ള ഉമ്പുകാട്ട് കുടുംബ യോഗത്തിൽ നിന്നാണ് കടപ്ലാമറ്റത്ത് നെല്ലിക്കുന്നേൽ എന്നുള്ള കുടുംബം വന്നത്. അവിടുന്നാണ് നമ്മൾ വടക്കേ നെല്ലിക്കുന്നേൽ എന്ന നമ്മുടെ ബ്രാഞ്ച് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അതിനകത്ത് നെല്ലിക്കുന്നേൽ ഫാമിലി അപ്പനും അമ്മയും. അപ്പച്ചി ജനിച്ചത് 1913 മെയ് 27 തൊമ്മൻ വർക്കിയുടെയും റോസായുടെയും 4ാമത്തെ പുത്രനായിരുന്നു. അവർക്കൊക്കെ പെട്ടെന്ന് ക്ലിക്കാവും. നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. കൽപ്പാവട്ടത്തെ സ്കൂളിൽ അപ്പച്ചി പഠിച്ചു, കിടങ്ങൂരിലെ സ്കൂളിൽ പഠിച്ചു, പാലായിലെ സ്കൂളിൽ പഠിച്ചു. ഇവിടെ നിന്നിത് പറയുമ്പോൾ എനിക്കൊരു ഭാഗ്യമുണ്ട്. എന്റെ ഗ്രാൻഡ് ഫാദർ പഠിച്ച അതേ കോളേജിൽ SBTയിലേക്ക് മാറി. അങ്ങനെ SBTയിൽ വളരെയധികം കാലം ജോലി ചെയ്തു. ഇത് കഴിഞ്ഞ് നമുക്ക് അമ്മച്ചിയുടെ കാര്യത്തിലേക്ക് വരാം. അമ്മച്ചി 1919 സെപ്റ്റംബർ 22 അമ്മച്ചി ജനിച്ചത്. ാണ് ഇവര്. അപ്പൊ ഇതിനോട്ട് മുമ്പത്തെ സൈഡുണ്ടാവും. അപ്പൊ ഇതിനകത്ത് ഇത് ശരിക്കും ആനാന്റിയുടെ അപ്പച്ചനങ്ങളുടെ കല്യാണത്തിന്റെ ഫോട്ടോയാണ്. അപ്പൊ അതില്
ആ ഫോട്ടോയാണ്. അതിൽ കുഞ്ഞമ്മ ചാച്ചനെയാണ് ഞാൻ മാർക്ക് ചെയ്തത്. പക്ഷെ അതിൻ്റെ അകത്ത് രണ്ടാമത്തെ അച്ഛനെ ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുട്ടായി അച്ഛൻ. ഓക്കെ. കൂട്ടിക്കാണ് ഇപ്പോഴത്തെ വീട് നമ്മൾ കാണുന്നത്. ഈ പോർഷൻ ഇപ്പോഴും ഉണ്ട്. ഇത് അപ്പച്ചന്റെ ഈ ഫോട്ടോ ഇതിന്റെ അകത്ത് ഒരു പ്രത്യേകത ഉള്ളത് ഈ പറഞ്ഞായിരുന്നു എന്നുള്ളത് നമുക്കൊരു ഫോർവേഡ് തിങ്കിങ്ങിന്റെ ഒരു ലക്ഷണമായിട്ട്. ഇതിന്റെ അകത്ത് എല്ലാവരും ഇല്ല, എന്നാൽ പോലും 13 മക്കളാണ് ഉണ്ടായത്. അതിൽ നമുക്ക് ഇന്നിപ്പം 3 പേര് നമുക്ക് മിസ്സിംഗ് ആണ്. ബാക്കിയുള്ളവർ ഇവിടെ ഉണ്ട്. 4 പേര് മിസ്സിംഗ് ആണ്. നമുക്ക് ബാക്കിയുള്ളവർ എല്ലാവരും നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ മോളിയാൻറ്റിയെ ഒന്ന് ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. എനിക്ക് അപ്പച്ചയെ കുറിച്ച് താഴോട്ടുള്ള ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷനും അപ്പച്ചയെ കുറിച്ചൊരു 30 seconds to 1 minute ചെറുതായിട്ടൊരു ഇത് പറയാം. പ്ലീസ് കം മോളി. മക്കളുടെ അപ്പച്ചിയുടെ പുന്നാര പോള് ഞാനാണെന്നാണ് എല്ലാവരുടെയും വെപ്പ്. അത് സത്യമാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാനങ്ങ് സമ്മതിക്കുകയാണ്. എന്നോട് എന്തെങ്കിലും പ്രത്യേകം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നസെന്റ് ആണ്. ഞാൻ ശിശുവായിരുന്നു അന്ന്. പിന്നെ എനിക്ക് അപ്പച്ചിയെ കുറിച്ച് പറയാനായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മയെ വളരെ നല്ലൊരു മനുഷ്യനും എൻ്റെ ഓർമ്മ എനിക്ക് ഒരുപാട് നമുക്ക് എന്താ പറയുന്നത് ഒരു റോൾ മോഡലായിട്ട് എടുക്കാവുന്ന ഒരാളായിരുന്നു. അപ്പച്ചി മക്കളെ ഒരുപാട് സ്നേഹിച്ചു. അതിനു വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളെല്ലാവരും കൂടി ഇരിക്കുന്നതിന് കാരണം ഇത്രയും നല്ല രീതിയിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ഈ ഒരു 4 ഫോട്ടോ കണ്ടാൽ മതി. നെക്സ്റ്റ് വൺ. ഇത് നമ്മുടെ ഈ അമ്മച്ചിയുടെ ആ ഫോട്ടോകളിൽ കൂടെ 4 ഫോട്ടോയിൽ കൂടെ ഒരു ജോബിയൽ ക്യാരക്ടറായിരുന്നു. അമ്മച്ചി എല്ലാവരുമായിട്ടും ചെറിയ ഗൗരവത്തിലൊക്കെ ഇരിക്കുള്ളൂ ഞങ്ങളൊക്കെ അടുക്കല്. പക്ഷെ എല്ലാ കാര്യത്തിലും ഇന്ന് നമ്മൾ ഇങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ അത് ഈ അമ്മച്ചിയുടെ ഒക്കെ ആ ഒരു കൾച്ചർ കൊണ്ടാണ് നമ്മൾ കൂടുന്നത്. അന്നും ഈ പറഞ്ഞ എല്ലാ പാർട്ടികളും അല്ലെങ്കിൽ എല്ലാ ഗ്യാതറിങ്സും നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു കൾച്ചർ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വളരെയധികം കൊച്ചുമക്കളുണ്ടായി. അതിൽ കുറച്ച് പേരെ മാത്രമേ കാണിക്കുന്നത്. ഇവരുടെയൊക്കെ ചെറുപ്പകാലമാണിത്. നെക്സ്റ്റ്. ഞാൻ കപ്ലാമറ്റത്ത് വരുന്നത് എനിക്കൊന്നും അറിയില്ല. വന്നപ്പോൾ അമ്മച്ചി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. മാറ്റി വെച്ചിട്ട് ഉച്ചയ്ക്കുള്ളത് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെയും വൈകുന്നേരം ബുദ്ധിമുട്ടുന്ന വരും. അതുപോലെ തന്നെ ആരെങ്കിലും കയറി വന്ന പിള്ളേരോട് ഗുഡ് മോർണിംഗ് പറയാതെ ശോഭിശസ്തുതിയല്ലേ എന്നാണ് പഠിപ്പിച്ചത്. അത് തന്നെ ആ പാരമ്പര്യം ഇപ്പോഴും എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അത് പാരമ്പര്യമായിട്ട് അവർ കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ ഞാൻ കയറി വന്നാലും ഉള്ളതുപോലെ കൊടുക്കണം, ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു. പാവപ്പെട്ടവരാണേലും നമ്മളെ പോലെയുള്ളവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാൻ സാധിക്കാത്തവരുണ്ട്. അവരെ അറിഞ്ഞ് പറ്റുന്ന പോലെ സഹായിക്കാൻ എല്ലാവരും ടോമിയോടും എല്ലാവരോടും പറയണം എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അനിയന്മാരെല്ലാവരും എനിക്ക് നല്ല ഞാനത് ഇനി കഴിക്കുന്നോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ അവസാനത്തെ ബസ് കാത്തിരിക്കുന്ന 5 പേർ നേരത്തെ നിങ്ങൾ പോലെ ആരൊക്കെയാണ്? സഹൃദയർ, കാതുകൾ തുറക്കുക, മനസ്സിന്റെ വാതിലുകൾ തുറക്കുക. ലാസ്റ്റ് ബസ് ആരംഭിക്കുകയായി. കല്ലെടുത്തു കിച്ചരുതേ നാട്ടാരേ, എല്ലു വലിച്ചൂരരുതേ നാട്ടാരേ. ആയോ കല്ലെടുത്തു കിച്ചരുതേ നാട്ടാരേ. പോയോടാ, അതൊന്നും ലേറ്റ് അല്ലേ? നേരം ചെല്ലേ.
തടി നടക്കാൻ മേലെ ദൈവമേ ശ്വാസം മുട്ടായിരുന്നാ മതിയായിരുന്നു. അല്ലേലും ഈ ബസ് എന്നും ലേറ്റാ. മനുഷ്യന്റെ എവിടെ പോണെങ്കിൽ നമ്മുടെ ഒരു നാട്. കുഞ്ഞപ്പൻ ചേട്ടാ, ഈ രാത്രിയിൽ ഇപ്പൊ എങ്ങോട്ടാ യാത്ര? ഒന്നും പറയണ്ടടാ, നാളെ ഡോക്ടറെ കാണേണ്ട ദിവസമാണ്. ഞാനേ ഇന്ന് പോയാലല്ലേ നാളെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതാ കുഞ്ഞച്ചേട്ടാ ആകെ അവശതയാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കണ്ട പോലെ ഒന്നും അല്ല, ക്ഷീണമാണ്. ഒന്നും പറയണ്ടടാ, നടക്കാൻ വയ്യന്നേ. ശ്വാസം കൊണ്ടുള്ള കാരണം ഒന്നും ഇല്ല, അത് പറഞ്ഞാ മതിയില്ല. ആട്ടെ, നീ എങ്ങോട്ടാടാ? എന്റെ ലീവ് തീർന്നു ചേട്ടാ, പോകാറായി. നാളെ കൊച്ചിയിൽ നിന്ന് പ്ലെയിൻ പിടിക്കണം. ഇനിയിപ്പോ 2 വർഷം മരുഭൂമിയില്. അല്ലേലും നെറ്റിയിലെ വേർപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കാനല്ലേ അങ്ങനെ നമ്മളെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. അനുഭവിക്കുക തന്നെ. ചേട്ടൻ ഇപ്പോഴും ബ്രോക്കർ പണിയൊക്കെ ഉണ്ടോ? ഉണ്ട്. അല്ല, നിന്റെ കല്യാണം കഴിഞ്ഞോ? ഇല്ലെന്നേ, വല്ല തീരുമാനിച്ചോ? ഇല്ല ഇല്ല ഇല്ല, ഒന്നും ആയിട്ടില്ല. അങ്ങനെയാണെങ്കിലേ നീ അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ കുറെ പെണ്ണുങ്ങളെ എല്ലാം കറക്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നല്ല പെണ്ണിനെ ഞാൻ സംഘടിപ്പിച്ചു തരാം. എന്താ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ടീച്ചറോ? ടീച്ചർ എങ്ങോട്ടാ ഈ സന്ധ്യ സമയത്ത്? വീട് വരെ ഒന്ന് പോവുക ചേട്ടാ, അനീത്തിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ. ടീച്ചറെ പറ്റി ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാ കാണുന്ന. പിള്ളേര് പറയും ടീച്ചറ് നല്ലതായിട്ട് പാടും, ഡാൻസ് ഒക്കെ കളിക്കും അല്ലേ? ജോസിന്റെ ഒരു അല്ല മോളെ, ഈ എന്തിനാണ് ഈ ട്രാൻസ്ഫറും മേടിച്ച് ഈ നാട്ടിലോട്ട് വന്നത്? വല്ല കാര്യം ഉണ്ടാകുന്നോ ഇങ്ങോട്ട് വരേണ്ടത്? ആ നാട്ടിലെല്ലാം നിന്ന പോരായിരുന്നോ? ഈ നാട്ടിലേക്ക് ഒരു ടീച്ചർമാരും വരത്തില്ല ചേട്ടാ. പിന്നെ എനിക്ക് കുറച്ച് ഈ നാടൊക്കെ കണ്ടു കിടക്കാൻ വലിയ ഇഷ്ടമാണ് ചേട്ടാ. ഓ, 4 വർഷം ചേട്ടാ വണ്ടി പോയാ? ലേറ്റല്ലേ ആ ബസ് എന്നും? ഒരു ദിവസം നേരത്തെ കാലത്ത് വന്നിട്ടുണ്ടോ? ഇങ്ങോട്ട് ഇരിക്കുക. പോവാണോ? ആ, എനിക്ക് പോകാറായി മേത്രേ. ഓ, എന്റെ ചെങ്ങായിയുടെ പരമാസ്പണി കൂടാത്തതിന്റെ ഒരു വിഷമോ മോറുണ്ട്. എന്നാ പറയാനാ മേത്രേ, ജീവിക്കണ്ടേ? അതുകൊണ്ടല്ലേ ഈ പാട്ടൊക്കെ ഇട്ട് ഞാൻ എന്നും പോകുന്ന. ടീച്ചറമ്മ വീട്ടിൽ പോവാ. അമ്മയൊന്ന് കാണാനൊക്കെ ആയിട്ട് പോവുക. വക്കറ്റിന്റെ പെരവാസോലിക്ക് വിളിച്ചില്ലേ ടീച്ചർ? നമ്മളിവിടെ പുതുതല്ല മേത്രേ, നമ്മളെ ആരറിയാനാ? ആ, ടീച്ചർ പോയാലും നാട്ടിലൊരു താരമാണേ. അല്ല, ഈ ബസ് ഇന്നെങ്ങും വരുന്ന ലക്ഷണമില്ലല്ലോ. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ടീച്ചർ പാടുന്നല്ലേ പറഞ്ഞേ, ഒരു പാട്ടങ്ങ് പാടി. സമയവും പോയി കിട്ടും ഇല്ലേ ജോസൂട്ടി? ടീച്ചർ പാടും. ടീച്ചർ പാടുന്നത് എല്ലാവരും പാടാമെങ്കിലും ഞാൻ പാടാം. 1000 ും
ഓനെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ശരിയാണല്ലോ, ഇവനാരാ ഒരു പുതിയ അവതാരം? ഒന്ന് ചോദിച്ചേ, ഒന്ന് ചോദിച്ചേ. ഈ ആരാ? ഇയാളുടെ പേരെന്നാ? ഒരു പേര് ചോദിക്കേ. ഒന്നും വേണ്ടില്ല, ചോദിക്കേ. എവിടുന്നാ വരുന്നേ? നടക്കുന്ന പാലുകാച്ചങ്ങനെ വന്നതായിരിക്കും അല്ലേ? നമ്മുടെ പാട്ടും നശിപ്പിച്ചു. എന്ത് പറ്റി സാറേ? നമ്മുടെ വക്കച്ചനെ ആരോ കൊന്നു. എന്റെ കടപ്രാവിന്റെ മുത്തിയമ്മേ. ഈ നാട്ടിലൊന്നും കാണാത്ത ഒരുത്തനെ വക്കച്ചന്റെ കരവാസത്തിൽ അവിടെ വെച്ച് കണ്ടത് ഞാൻ കേട്ടു. അങ്ങനെ ആരെങ്കിലും നിങ്ങൾ കണ്ടോ ഇവിടെ? നിനക്ക് പറയാനൊരു മടി. നീ എവിടെയാണെന്നാണ് പറഞ്ഞേ? ഇടി ഇടിക്കും. എന്തിന്? ലാസ്റ്റ് ബസ്, ഒരേ ഒരു വഴി, ഒരു രാത്രി, ഒരു യാത്ര, അപരിചിതരായ മനുഷ്യരെ കൂട്ടിയിണക്കുന്ന കണ്ണി. പ്രതീക്ഷയോടെ ഈ ലാസ്റ്റ് ബസ് കേവലം കാത്തിരിക്കുന്ന യാത്രക്കാരുടെ ഒരു കഥയല്ല, ആദിയുടെ തുടക്കം മാത്രം. നന്ദി. ഇവിടെ നോക്കി റെഡി. Last for cold December, I'll go. And I see my friends in the world. I find a girl my parents love. We come and stay the night and I think I might have it all. And I thank God every day for the girl He sent my way. But I know the things He gives me, He can take away. And I hold you every night, and there's one feeling I want to take with you. But there's no man who's terrified as the man who stands to lose you. I want you, I need you, God. Don't take these beautiful things that I got. Please stay. I want you, I need you, God. Don't take these beautiful things that I got. Please don't take up on another thing. It's been a while, but I'm finding my face. If everything's good and it's great, why do I seem to look gone? Oh, I
I'll tell you one thing. I got love, I got peace, and I got love. But I'm
ചെയ്യണം. കറക്റ്റ് സമയത്ത് തന്നെ കൈക്കൂട്ടം വാട്സപ്പ് കൂട്ടായ്മയുടെ ഉദ്ഘാടനം നടന്നിരിക്കണം. നടക്കും. നീ വെറുതെ അങ്ങോട്ട് കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഉദ്ഘാടനം നടക്കുന്ന കാര്യം പറഞ്ഞത്. അല്ല നിഷേ, എന്റെ ബ്ലൗസ് എന്താ ഇങ്ങനെ? എന്താ കുഴപ്പം? ഇതാ പെണ്ണുങ്ങളുടെ കുഴപ്പം. 2010 ഇത്രയായിരുന്നു, 2014 ഇത്രയായി, 2018 ഇത്രയായി, 2020 നീ ബ്ലൗസ് ഇടോ നിഷേ? നോക്കാം, അല്ലെങ്കിൽ എല്ലാവരും നോക്കും. നമ്മൾ സ്ത്രീകൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം, വെള്ളിമുങ്ങിയെ പോലെ. എന്നെ കുറ്റം പറഞ്ഞ ആളാ. ബ്ലൗസ് കണ്ടില്ലേ ചേച്ചി? ഇത് പുറമ്പോക്കാന്നോ? എന്തുവാടി? അല്ല, അളന്ന് കയറിയിട്ടിരിക്കുന്നേ. ഇവിടെ ഒന്നിനൊരു കുറവുണ്ടാവാൻ പാടില്ല. ഒന്നിനൊരു കുറവുണ്ടാവില്ല. എല്ലാം കൂടുതലുള്ള ഒരാൾ വരും. അതാരാ? ഗാനഗോകുലം ചിമ്മിനി. ഒന്ന് പൊളിക്ക്. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കിതക്കാനാ. ആ തള്ള കിടന്ന് കിതക്കുന്ന കേട്ടില്ലേ? ഹായ് ഒരുവി, ഹായ് നിഷ, ഹായ് സുഷമ, ഹായ് എന്റെ പൊന്നു ചേച്ചി, ഇത് സ്ത്രീ ശാക്തീകരണ, അല്ലാതെ സ്ത്രീകളോട് ശക്തി പരീക്ഷിക്കുന്നതല്ല. എന്താ ലേറ്റ് ആയത്? രാവിലെ ഞാനൊരു ഇടിയപ്പം ഉണ്ടാക്കിയതാ. എന്നിട്ട് അത് ഇത്തിരി ഉപ്പ് ഓടിപ്പോയി. അപ്പൊ തുടങ്ങി ഇടിയാ. ആരെ? എന്നെ. അല്ല ചേട്ടനെ. ഞാൻ ഇതോ എന്നോട് കളി കൊടുത്തില്ല ഞാൻ. നിങ്ങളോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ സ്ത്രീകളെ പുരുഷന്മാരുടെ കീഴിൽ അതുപോലെ ഒരു പണിയെടുക്കേണ്ടവരല്ല. സത്യം പറയണമെങ്കിൽ പുരുഷന്മാർ നമ്മുടെ ചിന്തകളെയും സ്വാതന്ത്ര്യത്തെയും കൈകാര്യത്തും മോളിച്ച് നിർത്തുന്നു. അത് തന്നെ ഞാൻ പറയുന്നത്. പുരുഷന്മാരെ സ്ത്രീകളുടെ ജീവിതത്തിൽ നിന്നും ലൈൻസുകൊണ്ട് തുടച്ചു നീക്കണം. ഫിഷ് കറി ഉണ്ടാക്കാനല്ലേ പറഞ്ഞ്? അല്ല പിന്നെ ദേഷ്യം വരത്തില്ലേ? ഫിഷ് ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാത്ത എന്താന്ന്? കൊണ്ടുതന്നെ. അല്ല പ്രണു, നമ്മളെല്ലാരും വന്നിട്ട് എത്ര നേരായി? എന്നിട്ട് എൽപി എവിടെ? എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അവളങ്ങ് മുങ്ങിയാ. അവളങ്ങനെ മുങ്ങിയാ? കൈക്കൂട്ടത്തിന്റെ കൈക്കരുത്ത് എവിടെ അറിയും? ഫ്ലവർ ബേസ് എത്തിയിട്ടില്ല. ഹായ് ഹായ്, എന്താ ഈ കേക്കണേ? ഇല്ല മുടിഞ്ഞു. ശിവ ശിവ. സോറി, അതൊരു ഫ്ലോയിൽ അങ്ങ് വന്നു പോയതാ. നിന്റെ പേര് അല്ലാതെ ലളിതാംബിക അന്തർജനമല്ലല്ലോ. LLP എവിടെ പോയി? ടീ പോയി? നീ ലേറ്റത്? എടുത്തിട്ടില്ല, കിട്ടിയിട്ടില്ല, എടുത്ത് സമ്മതിച്ചിട്ടില്ല. എനിക്ക് എന്താന്ന് അറിയില്ല ചേച്ചി. 10 ആള് കൂടുന്നിടത്ത് നമ്പൂതിരി ഭാഷ വരുള്ളൂ. ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാന്ന്. ഞാൻ പറഞ്ഞത് എന്റെ ഇവിടെ അന്നിപ്പോ മൂപ്പര് പറയാം, നിങ്ങൾ പെണ്ണുങ്ങൾ എല്ലാരും കൂടി മീറ്റിംഗ് കൂടിയ അവിടെ എന്താണെങ്കിലും കച്ചറ പിച്ചറ കുറ്റിച്ചറ മാനാച്ചറ നായിട്ട് എന്റെ ടീപ്പോയിന്റെ മുകളിലേക്ക് വീഴും, അതെല്ലാം കൂടി പൊട്ടിക്കും. പിന്നെ എന്റെ അപ്പം വാങ്ങി തരുമോ ടീപ്പോയിന് എന്നോട് ചോദിച്ചേ. ഇതിനും പേരെ നിന്റെ നമ്പൂതിരി ഭാഷയായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്ക് നിശ്ചയില്ല. നിന്റെ കയ്യിൽ ക്ലിപ്പ് പോലെ ഇരിക്കുന്നുണ്ടോ? എന്റെ കയ്യിലുള്ള ക്ലിപ്പല്ല, ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്താ ഒരു ക്ലിപ്പ് ഉണ്ടോന്ന് ചോദിച്ചതാ. ഈ സമയത്ത് ക്ലിപ്പ്
കൊണ്ട് ഈ വണ്ടി ഇവിടെ നിന്നു. ഇല്ലെങ്കിലേ അപ്പത്തെ മതിലും പഠിച്ച് പോയേനെ. പ്രസിഡന്റ് ആകെ പ്രശ്നം. ടീ പോയി കൊണ്ടുവന്നിട്ടില്ല. ആരും കൊണ്ടുവന്നിട്ടില്ല. ഞാനേ. നന്നായി. അപ്പൊ പിന്നെ ഉദ്ഘാടനം നടക്കില്ല. അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്താ പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞോ? അല്ല, പ്രസംഗിക്കാത്തോണ്ട് എന്റെ തൊണ്ട ചൊറിയാന്ന് പറയായിരുന്നു. അറിയാത്ത പിന്നെ ചൊറിയുമ്പോ അറിയും. അപ്പൊ ടീ പോയാണോ പ്രശ്നം? അതിപ്പോ ശരിയാക്കി തരാം. ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ. അതെ, അവരൊക്കെ ലേറ്റ് ആവുന്നു. തുടങ്ങിക്കോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു? തുടങ്ങ്. മൈക്ക് എത്തിയിട്ടില്ല, പിന്നെ എങ്ങനെ തുടങ്ങും? ഹായ്, മൈക്കില്ലേ? അപ്പൊ അധ്യക്ഷ പ്രസംഗം നടക്കൂല. പ്രസിഡന്റ് സമാധാനിക്കാൻ വരട്ടെ. മൈക്ക് സെറ്റിയായിരുന്നു. ഇപ്പൊ എത്തും. എപ്പി ഒന്ന് പോയി നോക്കിക്കേ. ആരാ ചോദിച്ച കേട്ടില്ലേ? ആരാന്ന്? എന്താ ചെവി കേൾക്കില്ലേ? സ്ത്രീകൾ മാത്രമല്ല ഈ ചുറ്റമ്പലത്തിൽ. എന്താ കാര്യം? ഞാൻ കസനോവ. എന്ത് ഭംഗിയാ ഇയാളെ കാണാൻ. പോലും മുളച്ചിട്ടില്ല. ഇഷ്ടകാല സിനിമയിൽ കയറിക്കൂടെ? പറഞ്ഞോ? 2255 തന്നെയല്ലേ ഇപ്പോഴും ഫോൺ നമ്പർ? അല്ല, ഒന്നുമില്ല. മൈക്ക് വെച്ചിട്ട് പോക്കോ. കളക്ഷൻ കൊടുക്കണ്ടേ? കൊടുത്തു. അല്ല, എന്റെ ഒരു ഇവിടെ മറന്നുപോയി. ഇല്ല, കിട്ടി. ഈ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ആയിരുന്നു. അയ്യോ, ഈ സ്റ്റുഡിന്റെ മേളിൽ കയറി വരേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ? വീട്ടിൽ ഇരിപ്പില്ല. അതെന്താ പോരായിരുന്നോ? നിന്റെ നമ്മൾ ചോദ്യത്തിൽ കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചതാ ഈ സ്റ്റൂളിന്റെ വെളിയിൽ നിന്ന് ഇരിക്കുമെന്ന്. അയ്യോ, എന്റെ കാലൊളുക്കി. ഇനി അധ്യക്ഷ പ്രസംഗം നടക്കില്ല. കാലല്ലേ ഒളുക്കിയത്, നാളല്ലല്ലോ. അപ്പൊ അധ്യക്ഷ പ്രസംഗം നടത്താം. എന്റെ മൃണു, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ. ഞാൻ എന്താ അഡ്ജസ്റ്റ് ചെയ്യാ? അധ്യക്ഷ പ്രസംഗം. അധ്യക്ഷ പ്രസംഗം. അയ്യോ, അധ്യക്ഷ പ്രസംഗം എനിക്ക് പറ്റത്തില്ല. മൃണു, സ്ത്രീ ശാക്തീകരണം. പ്രസിഡന്റ് കിട്ടി. പ്രസിഡന്റ് കിട്ടി. ടീ പോയി മാത്രല്ല, നോക്കിയേ. എഡ്വേർഡ് ലിവിങ്സ്റ്റൺ. എന്തൊരു മൊഞ്ച കാണാൻ. ദുഷ്കൃതന്മാരെ പോലെ ഉണ്ട്. 2 കുട്ടികളുടെ അച്ഛനാ. അതിനെന്താ? അതെ, അതിനെന്താ? ഒന്നുമില്ല. ഇവരെയൊക്കെ കാണുമ്പോഴാ നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ എടുത്ത് കിണറ്റിലിടാൻ പോകുന്നത്. ഫേസ്ബുക്കിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വീണത് പോരെ. പൊക്കോളൂ, അധികം നിക്കണ്ട. നീയും കാണുന്നുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ അപ്പുറത്തുണ്ടോ. പിന്നെ ഒന്നുമില്ല. നീ വായി നോക്കി നിന്നോ? സുഷമേ, ഈ വാതക പ്രസംഗം
പഠിച്ചോ? അത് ഈ കല്ലാസിലുണ്ട്. കല്ലാസോ? കാണാതെ പറയണം. ദൈവേ, കാണാതെ പറയണോ? സ്വാഗതം പറയാനായി ശ്രീമതി സുഷമയെ ക്ഷണിച്ചുകൊള്ളുന്നു. സുഷമ അല്ലടി, സുഷമ. അതല്ല, സ്വാഗതം പറ. അറ്റത്ത് നിൽക്കുന്ന മധ്യത്തിൽ നിൽക്കുന്ന അധ്യക്ഷ, മറ്റ് വിവിധ തത്വങ്ങളെ. തത്വങ്ങളോ? വാവിട്ട് പോയതാ, കഴിവിട്ട് പോകാതെ നോക്ക്. ഒരു തിരുത്തന്റെ വ്യക്തിത്വങ്ങളെ എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്കെന്റെ നന്ദി, നമസ്കാരം. സ്വാഗതം പറ. സ്വാഗതം. ഇനി അധ്യക്ഷ പ്രസംഗത്തെ പ്രസംഗിക്കാൻ വിളിക്കുന്നു. രണ്ട് പെട്ടതാണ്. അതല്ല, പ്രസംഗിക്കാനാണ് വിളിച്ചത്. അധ്യക്ഷ പ്രസംഗിക്കാൻ വിളിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രകടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യാൽ അകർച്ചയിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര വളരെ ശക്തമായിരുന്നു എന്ന് വേണം കരുതാൻ. ഈ പെണ്ണുപിള്ള എന്തെന്നൊക്കെ പറയുന്നേ? നിഷേ, പാർട്ടി ക്ലാസ്സിൽ അല്ല വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ നീ കൃത്യമായിട്ട് വായിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തത്. ബാക്കി പറ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ പറ്റി പറ. ഈശ്വര, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്നാ പിന്നെ വിമാനം തട്ടിക്കൊണ്ടുപോകുന്നതിനെ പറ്റി പറ. വിമാനം ആരും തട്ടിക്കൊണ്ടു പോകരുത്, അത് സ്ത്രീത്വത്തിനെതിരാണ്. ഹലോ, ഗസ്റ്റ് വരാൻ വൈകും, കുറച്ച് വലിച്ചോ. എന്ത് വലിക്കാൻ? പ്രസംഗം വലിക്കാൻ. ഇനി വലിച്ചാ ഞാൻ പൊട്ടിപ്പോവും. എനിക്ക് വയ്യ. കുറച്ചു നേരം സിനിമയെ കുറിച്ച് പറ. ഈ സിനിമാ നടന്മാർക്കും നടിമാർക്കും ഒക്കെ ഭയങ്കര ജാടയാണ്. ഈ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോഴേ അമ്പലത്തിൽ വെച്ചൊക്കെ ഒരു സെൽഫി ചോദിച്ചാൽ സമ്മതിക്കൂല. കഥ പറയാൻ വിളിച്ചാലാണെങ്കിൽ ഫോൺ എടുക്കത്തേ ഇല്ല. ഉദ്ഘാടനത്തിന് കൃത്യസമയത്ത് വരത്തില്ല. നടന്മാർ നടികൾക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല, ബൂസ്റ്റ് ചെയ്യുന്നില്ല. മലയാളത്തിലെ ഒരു പ്രധാന കഥാപാത്രം സ്ത്രീ കഥാപാത്രത്തെ ധ്വംസിക്കുന്ന തരത്തിൽ ഡയലോഗ് പറയുന്നുണ്ട്. പേര് പറ. എന്റെ പേര് മൃണാലിനി. പേരല്ല, സിനിമയുടെ പേര് പറ. അതായത് കശപിശ എന്നുള്ള പേര് എനിക്ക് ഓർമ്മയില്ല. അടുത്തതായിട്ട് ചിമ്മിനിയുടെ ഒരു പാട്ടാണ്. മതി. അടുത്തതായി ചിമ്മിനിയുടെ തനി നാടൻ പാട്ട്. ഞാൻ പാട്ടാണ് പാടുന്നത്. നിങ്ങൾ പാടുമ്പോൾ നാടൻ ആയിക്കോളൂ. പാടിക്കോ. ഇതെന്താ വീട് കിടക്കുന്നത്? ഞാൻ JCB വിളിക്കാം. അവിടെ കിടക്കട്ടെ. സ്ത്രീ ശാക്തീകരണത്തെ പറ്റി 2 വാക്ക്. നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറ തന്നെ സ്ത്രീയാണ്. സ്ത്രീയെയും പുരുഷനെയും നമ്മൾ 2 തട്ടിൽ കാണരുത്. സ്ത്രീയില്ലാതെ പുരുഷനില്ല, പുരുഷനില്ലാതെ സ്ത്രീയുമില്ല. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്. സ്ത്രീ ആരാധിക്കപ്പെടേണ്ടവളാണ്, ആക്രമിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യേണ്ടവളല്ല. പുരുഷ സമൂഹം ആദ്യം പഠിക്കേണ്ടത് സ്ത്രീയെ ബഹുമാനിക്കാനാണ്. എന്ത് നല്ലൊരു മനുഷ്യനല്ലേടി. ശരിയാ. എന്തായാലും ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല, ഞാൻ പുറത്തോട്ട് ജോലി കഴിക്കുമ്പോൾ എന്നെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തരുത്. നിനക്ക് ഇന്നലെ കിട്ടിയൊന്നും പോരല്ലേ? ഞാൻ അങ്ങോട്ട് ഭാര്യയുടെ കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ട് പറയുന്ന കേട്ടാ മതി, മനസ്സിലായോ? ഞാനാണ് നിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്, നീ എന്നെ കല്യാണം കഴിച്ചല്ല. അതാദ്യം നീ മനസ്സിലാക്കണം. എടി, ആണുങ്ങളോട് നീ കളിക്കരുത്. ആണുങ്ങൾ നിനക്ക് അറിയില്ല, അടിച്ചതിന്റെ ചെപ്പക്കുഞ്ഞ് ഞാൻ പൊളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉദ്ഘാടനത്തിന് ഇത്രയും നല്ലൊരു
கத்துற சத்தம் புரியாதா புரியாதா மூடி வைக்கிற கல்லும் தூரம் வைக்கிற சொல்லும் தாவி அள்ளிக்க சொல்லும் எது கூட தெரியாதா
பத்திரமே சொல்லடி கட்டளை எத்தனை நான் செய்வேனே அன்புல பெட்டகமே தங்குற கட்டடமே ரத்தமே முத்தமே சாமியே கொட்டுற வரும் திட்டுறனே உன்னை கண்டு விட்டுறனே சேட்டையில சிக்கிறனே கொஞ்சம் கொஞ்சம் மிதந்து போகிறனே நெஞ்சிரனே கிட்ட வந்து நெஞ்சிரனே உன்னை தொட்டு கொஞ்சிரனே என்னை விட்டு விலகி போகிறனே பாட்டி என் பொட்டல முட்டாயே சின்ன ரத்துல கொட்டாயே உன் குங்கும பொட்ட மேல வச்சாயே வாடா என் அம்புலி மச்சானே என்ன அம்புல தச்சானே என்ன கட்டி குடிச்சு வச்சானே நெஞ்சுக்குள்ள பூரா உன்னை சமந்தாலும் வந்ததில்ல மாறும் என்ன இது மாயம் நெஞ்சுக்குள்ள பூரா உன்னை சமந்தாலும் வந்ததில்ல மாறும் என்ன இது மாயம் The legends and the myths, Achilles and his gold, Hercules and his gifts, Spider-Man's control, and Batman with his fists. And clearly I don't see myself upon her wrist. She said, where'd you wanna go? How much you wanna risk? I'm not looking for somebody with some superhuman gifts, some superhero, some fairy tale bliss, just something I can tell to somebody I can kiss. I want something just like this. Oh, I want something just like this. I want something just like this. She said, where'd you wanna go? How much you wanna risk? I'm not looking for somebody with some superhuman gifts, some superhero, some fairy tale bliss, just something I can tell to somebody I can miss. റാം വാക്ക് എന്നാണ് ക്യാറ്റ് വാക്ക് എന്താണ് എന്ന് പഠിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാത്തുക്കുട്ടി അങ്കിളിത ഡാൻസ് ചെയ്ത് സ്റ്റേജിലേക്ക് വരുന്നു. അതെ, ഇതാ മന്ദം മന്ദം കടന്നു വരൂ. ഫാക്ടറി ബിസിനസിന്റെ ABC തുടങ്ങി കർഷകശ്രീയുടെ XYZ വന്നു നിൽക്കുന്ന നമ്മുടെ സ്വന്തം നെല്ലിക്കുന്നേൽ കുടുംബത്തിന്റെ കടപ്രാമത്തിന്റെ മുഖഛായ 4 വർഷത്തോളം ഗുരുവത്തോടൊപ്പം പടവാളടിക്കുന്ന ജവാൻ ധോണിച്ചായാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞച്ചൻ, അതെ കുഞ്ഞച്ചൻ വരുന്നു. ഓ, നമ്മുടെ സ്വന്തം രാജാൻ ഏത് സമയവും കൂളിംഗ് ഗ്ലാസ്, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും കൂളിംഗ് ഗ്ലാസ് മുഖത്തുണ്ടായിരിക്കണം. അതെ, നമ്മുടെ മമ്മൂട്ടിക്ക് ഒരു വെല്ലുവിളിയായിട്ടുള്ള Jump!
family. പാലക്കാട് പഞ്ചായത്ത് തൃശ്ശൂർക്കാരും ബെനി അടുത്തത് നമ്മ ചെന്നൈയിൽ സുന്ദരി. ചെന്നൈയിൽ നിന്നൊരു സുന്ദരി വന്നിരിക്ക്. തമിഴ്നാട്ടിൽ താരകം നമ്മ മാമ രാജുവിൻ റാണി എവർഗ്രീൻ പൊളിയാക്കിയതാ കടന്നു വരുന്നു. പച്ചപ്പൊട്ടും പച്ചസാരി പഠിച്ചിട്ട് മലയാള ഗീനെ മലയാക്കിയ അടുക്കളവാനും കുറവാണ് നടുക്കളെന്നു ഉറക്ക പറഞ്ഞുകൊണ്ടല്ല വേണ്ടി നമ്മുടെ സ്വന്തം അമ്മച്ചിയുടെ സ്വന്തം 10 നടക്കാൻ 10 മിനിറ്റ് 10 നടക്കാൻ 10 മിനിറ്റ് എന്ന രീതിയിൽ നമ്മുടെ സ്വന്തം പ്രായത്തിലാണെങ്കിലും കൈ പിടിച്ചാണെങ്കിലും മത്സരത്തിൽ പിന്നോട്ടില്ലെങ്കിൽ രണ്ട് താരങ്ങളാണ് തമിഴ്നാടി ബംഗളൂരു സാഹിത്യ രോമാഞ്ചം എറണാകുളത്തിന്റെ രോമാഞ്ചം. സദസ്സിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനുണ്ട്. സൗന്ദര്യ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും നന്ദി. സദസ്സിലേക്ക് കടന്നിരിക്കുന്നു. नजर से देखा उस जालिम ने चौक पर हमने कलेजा रख दिया
मेरा चैन वैन सब उजड़ा, जालिम नजर हटा ले। मेरा चैन वैन सब उजड़ा, जालिम नजर हटा ले। बर्बाद हो रहे हैं जी तेरे अपने शहर वाले। हाँ, मेरी अंगड़ाई ना टूटे तू आजा, मेरी अंगड़ाई ना टूटे तू आजा। कजरा रे कजरा रे तेरे कारे कारे नैना। कजरा रे तेरे कारे कारे नैना। मेरे नैना जुड़वा नैना। कजरा रे तेरे कारे कारे नैना। अंगकली वेल्लेडुता चिंगपुली कार्पणतिल कावललो जोली। വന്നാൽ കറുമ്പനലി കുഴച്ചരച്ചാൽ കൊത്തമല്ലി കുഴി കുഴിക്കാ കുളത്തിലെ നീർക്കോലി. പടയന്റെ മകളെ ഒടിയന്റെ കരളെ ഉടയവൻ ഇവനോടിനി കുറിയാടരുതേ. പുലത്തിന്ന് പല പോയൊരു പുലിയാടു നീ ചിന്തക ചിന്തക വാളെടുത്താൽ അങ്കക്കലി വേലെടുത്താൽ ചിങ്കപ്പുലി കാൽപ്പണത്തിന് കാവലല്ലോ ജോലി. రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలబనోళ్ళు లేరు మెసిరి. కళాకారుల ఫ్యామిలీ మరి నే గచ్చ కడితే నిద్రపోదు నిండు రాత్రి. రాజు మరి నా దాసు బాగా నీతో ఎప్పుడింత కిరికిరి. ఏం రసిక రాజు మరి నా దాసు బాగా నీతో ఎప్పుడింత కిరికిరి.
തള്ളന്തോൾ പറക്കുന്ന മപ്പട്ടിയാണ് എട്ടത്തേക്ക് മോടി പറക്കുന്ന മപ്പട്ടിയാണ് എട്ടൂടെ കളക്കുന്ന മപ്പട്ടിയാണ് പത്തുകൂടെ പാട പറക്കുന്ന മപ്പട്ടിയാണ് പാടി സ്നേഹ
കീഴിൽ നിലാവിന്റെ പാക്കിന്നം നീട്ടുന്നതാൽ തീരതിരക്കയിൽ കാണാത്ത സ്വപ്നങ്ങൾ രത്നങ്ങളാകുന്നതാൽ ആകാശകൂടാര കീഴിൽ നിലാവിന്റെ പാക്കിന്നം നീട്ടുന്നതാൽ തീരതിരക്കയിൽ കാണാത്ത സ്വപ്നങ്ങൾ രത്നങ്ങളാകുന്നതാൽ പാടൂരം പാടവാ പാടൂരം കാണവാ പാടൂരം പാടവാ പാടൂരം കാണവാ ജും 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 ശാന്തമീ രാത്രി വാദിഘോഷാദികൾ കൊണ്ടുവാ ഓ കൊണ്ടുവാ ശാന്തമീ രാത്രി വാദിഘോഷാദികൾ കൊണ്ടുവാ ഓ കൊണ്ടുവാ. जैसे जुगनू ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇന്നും ചെറുപ്പമായിരിക്കില്ല, പ്രായമാകുമ്പോ ആരുണ്ടാവും സഹായത്തിന്? അത് പ്രായമായാലല്ലേ. ഹലോ മാഷെ, ഒന്ന് പുറകോട്ട് മാറിയെന്നേ. അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, പ്ലീസ്. ഞാൻ മാറിയ ശരിയാവൂല ഏട്ടാ. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയിലെ മീനാക്ഷിയല്ലോ. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ, കാട്ടോർമ്മ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. വീണ്ടും നിങ്ങളോ? സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ.